പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിമിഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കുവാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിൽ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കൂടെ 4 ഭാഷകളിൽ നിങ്ങൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും കേൾക്കുന്ന സുവിശേഷങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉത്തേജനം നൽകുന്നതായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് അന്ത്യകാലമാകിയാൽ നമ്മുടെ രക്ഷയെ നമ്മൾ ഭദ്രമാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ലാതായി തീരുവാൻ ഇടയാകരുത് എന്ന് വളരെ പ്രത്യാശയോടെ എല്ലാ സഹോദരന്മാരെ ഓർപ്പിക്കുന്നു. ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ദൈവദിനം വളരെ ശക്തമായി പ്രഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. വിവിധ തരത്തിലുള്ള മീഡിയ സുവിശേഷം പ്രചരിപ്പിക്കുന്നു. അപ്പോൾ തന്നെ കൂടുതലായും പ്രചരിപ്പിക്കുന്ന ഉപദേശങ്ങൾ ദുരുപദേശമാണെന്ന് കൂടെ മനസ്സിലാക്കേണ്ട ആവശ്യമായിരിക്കുന്നു. പ്രിയ വിശ്വാസികളെ, സഹോദരന്മാരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം സ്നാന തർക്ക വിഷയങ്ങൾക്ക് ഒരു തിരശീല എന്നുള്ള വിഷയമാണ് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് സ്നാനത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് ഞങ്ങൾ JCNDSD പ്രീച്ചേഴ്സ് കൊടുക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കർത്താവിൻ്റെ കൽപ്പനയും മാത്രമല്ല, ക്രിസ്തീയ കൂട്ടം, അതായത് ആ ക്രിസ്തീയരെന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ലോകത്തിൽ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ആ ജനത്തെയാണ് ക്രിസ്ത്യാനികൾ എന്ന് ലോകം വിളിക്കുന്നത്. ആ ലോകത്തിൽ ക്രിസ്ത്യാനികൾ എത്രയോ 10,000-40,000 ഡിനോമിനേഷൻസ് ഉണ്ട്. ആ ഡിനോമിനേഷൻസ് എല്ലാവരും സ്നാനം വേണം എന്ന് പറയുന്ന ഒരു ഡിനോമിനേഷനാണ്. എല്ലാവർക്കും സ്നാനം വേണം. അത് ശിശു സ്നാനമായാലും മുതിർന്ന സ്നാനമായാലും പലതരത്തിലുള്ള സ്നാനങ്ങൾ ലോകത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ചില ലോകത്തിൻ്റെ പോപ്പുലറായിട്ടുള്ള പ്രീച്ചേഴ്സ്, പ്രാസംഗികർ ഇപ്പോൾ ഇനിയും സ്നാനം വേണ്ട എന്നുള്ള നിലയിലേക്ക് എത്തി ചില ഉപദേശങ്ങൾ പരക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിളാണ് ബ്രദർ തങ്കു, അതുപോലെ തന്നെ ഒരു ഗേറ്റ് മിനിസ്ട്രീസ് തോമസ് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും. അവരെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവർക്കെല്ലാം ഇപ്പോൾ അന്ത്യകാലത്തായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം എല്ലാം നിവൃത്തിയാകണം, പ്രവചനങ്ങൾ നിവൃത്തിയാകണം. കള്ള അപ്പോസ്തലന്മാരും കള്ള വേലക്കാരും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളും എഴുന്നേൽക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെയുള്ള അനേക കള്ളപ്രവാചകന്മാരും കള്ള ഉപദേശകരും കള്ള വ്യാഖ്യാതാക്കളും ഇപ്പോൾ എഴുന്നേറ്റ് ജനങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വഞ്ചിതരാകാതെ തീർച്ചയായിട്ടും യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെ അറിയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാകണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ സ്നാന തർക്ക വിഷയങ്ങൾക്ക് ഒരു തിരശീല എന്നുള്ള സബ്ജക്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്രിസ്ത്യാനികളും, എത്രയോ ചർച്ചസ് ഉണ്ടെങ്കിലും അവർക്കെല്ലാം സ്നാനം വേണം എന്നുള്ളതായിട്ടുള്ള ഒരു ആവശ്യബോധമുള്ളത് കൊണ്ടാണല്ലോ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു. ശിശു സ്നാനം, സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം, ഇൻഫാൻറ്റ് ബാപ്റ്റിസം,
ബാപ്റ്റിസം അണ്ടർ ഫ്ലാഗ്, കൊടിക്കീഴിൽ സ്നാനപ്പെടുത്തുന്നു, രക്ഷാസൈന്യക്കാർ, സാൽവേഷൻ ആർമി. പിന്നീട് പെന്തക്കോസ്ത് ഡിനോമിനേഷനിൽ വരുമ്പോൾ 99% ആൾക്കാരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന ടൈറ്റിലിൽ സ്നാനപ്പെടുത്തുന്നു. പിന്നെ ചുരുങ്ങിയ ഒരു കൂട്ടം, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, ലോക റെക്കോർഡ് എടുത്താൽ അത് ഏറ്റവും മെജോറിറ്റിയാണ്. എങ്കിൽ തന്നെയും ഈ കേരളത്തിലെ ഒരു സംഖ്യ ക്രിസ്ത്യാനികളുടെ എടുത്താൽ കുറച്ച് ആളുകൾ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നുള്ളൂ എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പലരും ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നവരുടെ സംഖ്യ എത്രയാണ്, മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ സംഖ്യ എത്രയാകുന്നു എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സംഖ്യയുടെ ബഹുത്വമല്ല ദൈവം നോക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന മൈനോറിറ്റിയാണ് എപ്പോഴും ദൈവം മാനിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്നാനം എന്തിനുള്ളതാണ്? ഈ സ്നാനം ഒരു വ്യക്തി ഏൽക്കുമ്പോൾ ബൈബിൾ പ്രകാരം എന്തൊക്കെയാണ് അവന് സാധിക്കുന്നത്, അവന് കിട്ടുന്ന ആ പദവികളൊക്കെ എന്താകുന്നു, ഒരുവൻ സ്നാനപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന പദവികൾ എന്താണെന്നുള്ള കാര്യം ആദ്യം സംസാരിച്ചതിന് ശേഷം ചിലപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ദിവസം കൂടെ സംസാരിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുകയാണ്. എന്നാൽ അതിനാവശ്യം വരാതിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ മെസ്സേജിൽ തന്നെ സ്നാന തർക്ക വിഷയങ്ങൾക്ക് ഒരു തിരശ്ശീലയിൽ തീർച്ചയായിട്ടും സത്യസ്നാനം അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ് നമ്മൾ ഏൽക്കേണ്ടത്, ഏത് സ്നാനത്തിൽ കൂടെയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. തീർച്ചയായും കേൾക്കുന്ന നിങ്ങൾ ആ വചനങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് ഈ സംസാരിക്കുന്ന വചനങ്ങൾ അത് അങ്ങനെ തന്നെ ഉള്ളതാണോ എന്ന് ബെറിയയിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ പോപ്പിന്, നിങ്ങളുടെ കർദിനാളിന്, നിങ്ങളുടെ പ്രസ്ബിറ്റർക്ക്, നിങ്ങളുടെ ബിഷപ്പിന്, അങ്ങനെ ഏതൊക്കെ സഭയിലെ ഏതൊക്കെ പ്രമുഖരുണ്ടെങ്കിലും അവരിൽ കൂടെ ഒന്നും നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല. ഈ ലോകത്തിൽ കാണുന്ന ഒരു സഭയും നിങ്ങളെ ദൈവരാജ്യത്തിലോ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമാകാതിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ സഭയല്ല രക്ഷിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ രക്ഷ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട്, കൃപയാൽ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന ഈ രക്ഷയെ മനസ്സിലാക്കി ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതാകുന്നു. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുകൂടെ ഞാൻ അറിയിക്കുകയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ. അപ്പോൾ ഒരുവൻ സ്നാനപ്പെടുമ്പോൾ, യഥാർത്ഥമായിട്ടുള്ള സ്നാനപ്പെടുത്തുമ്പോൾ അവന് ലഭിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്താകുന്നു എന്നാണ് ആദ്യമായി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ബോൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൽ ജനിക്കുന്നു. ദൈവരാജ്യത്തിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു നിക്കോദിമോസിനോട് പറയുന്നതാണ്, ആത്മാവിനാലും ജലത്താലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനം എന്നുള്ളത് ദൈവരാജ്യത്തിൽ ജനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ബൈബിളിലെ വാക്യപ്രകാരം പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 കാണുവാൻ സാധിക്കും. അതൊരു പ്രോമിസാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ഒന്നുകൂടെ കൂട്ടി പറഞ്ഞാൽ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ
പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്നുള്ള പ്രോമിസ് ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ചിലർക്ക് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ കിട്ടും, ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞ്, ചിലർക്ക് ഒരു മാസം കഴിഞ്ഞ്, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ്. അത് ദൈവം നമുക്ക് തരേണ്ടതാണ്. അത് നമുക്ക് അതിനകത്ത് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നീട് റോമർ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് പാപസംബന്ധമായി മരിക്കുന്നു. നമ്മൾ ഏതൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ പാപങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ പാപസംബന്ധമായി മരിക്കുന്നു എന്ന് റോമർ 6:2 കാണുവാൻ സാധിക്കും. പിന്നീട് റോമർ 6:3 പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്ന ഏറ്റവും വലിയ പദവിയാകുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. എന്തുകൊണ്ടെന്നാൽ 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മരിച്ച ആ മരണത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ അവനോടുകൂടെ നമ്മൾ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ആ സ്ഥിതിയിലേക്ക് നമ്മൾ വരുന്നു. അത് റോമർ 6:4 പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. തീർച്ചയായിട്ടും നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മരിക്കുന്നു. നമ്മളെ സ്നാനപ്പെടുമ്പോൾ നമ്മളെ മരിച്ച ഒരു വ്യക്തിയെ കുഴിച്ചിടണം. ആ കുഴിച്ചിടൽ പ്രവൃത്തിയാണ് നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുക്കുന്ന ആ പ്രവൃത്തിയാണ് കുഴിച്ചിടൽ. അതുകൊണ്ട് റോമർ 6:5 പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ സ്നാനമേറ്റ വ്യക്തി ഒരു പുതുക്കത്തിൽ ഉയർത്തു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ് സ്നാനം. ഇതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നാനം സംബന്ധമായി ഒരുവൻ സ്നാനമേൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ അല്ലെ അനുഭവങ്ങൾ. ഇനിയും റോമർ 6:5 പറയുന്നു, ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടും പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിച്ചവരായിത്തീരുന്നു. റോമർ 6:6 പറയുന്നു, പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട അവസ്ഥയുടെ അനുഭവം ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ അനുഭവങ്ങൾ, കഷ്ടതകൾ മനസ്സിലാക്കി എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ ആ പഴയ സ്വഭാവങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട അവസ്ഥയുടെ അനുഭവത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് റോമർ 6:7 പറയുന്നു, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച അനുഭവത്തിൽ ആയിത്തീർന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച അവസ്ഥയിലേക്ക് അനുഭവം നമുക്കുണ്ടാകുന്നു. പിന്നീട് ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ എന്നുള്ള വിശ്വാസത്തിൽ എത്തിച്ചേർന്നു. റോമർ 6:8-11. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനപ്പെട്ട് കഴിഞ്ഞ് യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഏത് രീതിയിലാണോ ജീവിച്ചത് അതിൽ നിന്നും ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ജീവിതമാണ്. ലോകത്തോട് അനുരൂപരാകാതെ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമ്മൾ കാണുന്നത് റോമർ 6:3 ക്രിസ്തുവിനോട് കൂടെ ചേരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിനോട് കൂടെ ചേരണമെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ സ്നാനപ്പെടേണ്ടത്. നമ്മൾ അക്ഷരീയമായിട്ട് ഒരു വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിൽ ഫോർ എക്സാമ്പിൾ
ഒരു വ്യക്തിയുടെ പേര് തോമസ് എന്നാകുന്നു. ആ വ്യക്തിയുടെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേര് ലില്ലി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ വിവാഹത്തോടു കൂടി ആ ലില്ലിയുടെ നേരത്തെ അപ്പൻ്റെ പേരായിരുന്ന ചാക്കോ മാറ്റിയതിന് ശേഷം ലില്ലി തോമസ് എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ആ പെൺകുട്ടി ഭർത്താവിനോട് കൂടെ ചേരുമ്പോൾ അവൻ്റെ നാമം എടുക്കുന്നു. ആരുടെ നാമം? ഭർത്താവിൻ്റെ നാമത്താൽ പിന്നെ അറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുവൻ അറിയപ്പെടണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിനെ ചേരണം. ആ ചേരുന്നത് സ്നാനത്തിൽ കൂടെ ആകുന്നു. അതായത് ഗലാത്യ ലേഖനം 3:27 പറയുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നാം ക്രിസ്തുവിനെ ധരിക്കുന്നു. ഒരുവൻ്റെ ധരിച്ച വസ്ത്രത്തെ നോക്കി പറയാൻ പറ്റും അവൻ പൈജാമയാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ സ്യൂട്ടാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ജുബയാണ് ഇട്ടിരിക്കുന്നത് എന്ന വസ്ത്രത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഈ ലോകത്തിൽ കാണുന്നത് പോലെ നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മെ കാണുന്നവർ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താലുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, യേശുക്രിസ്തു എങ്ങനെ സംസാരിച്ചു, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, എങ്ങനെ അവൻ മനുഷ്യരോട് കരുണ കാണിച്ചു, ദീർഘക്ഷമ കാണിച്ചു, സാഹോദര്യ പ്രവർത്തികൾ ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് ആ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാകുന്നു. തീർച്ചയായിട്ടും 100% ആ പദവിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ഫുൾ ക്യാരക്ടറിലേക്ക് കടന്നു വരാൻ ഒരുവന് സാധ്യമാണോ അറിയുന്നില്ല. എങ്കിൽ തന്നെയും പറയുന്നത് അവനോട് അനുരൂപരായിത്തീരുവാൻ കാംക്ഷിക്കുന്നു എന്നാകുന്നു ബൈബിളിൽ പറയുന്നത്. ഇനിയും എഫേസ്യർ 4:4 കൊലോസ്യർ 2:8 മുതൽ 12 വരെ വായിക്കുമ്പോൾ അവിടെ വായിക്കാൻ സാധിക്കും, ക്രിസ്തുവുമായി ആത്മീയ ഐക്യത കൈവരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൽ മുഴുവനുള്ള എല്ലാ വ്യക്തികളും സ്നാനമേൽക്കുമ്പോൾ ആത്മീയമായിട്ട് അവരുമായിട്ട് നമ്മൾ ഒരു ഐക്യത വരിക്കുന്ന ഒരു പ്രോസസ്സാകുന്നു സ്നാനം എന്നുള്ളത്. പിന്നീട് ഉള്ളത് ദൈവസഭയുടെ മൂലക്കല്ലായ യഹോശുവ മശീഹയോട് ചേർന്ന് ജീവൻ പ്രാപിച്ച് ജീവനുള്ള കല്ലുകളായി ദൈവത്തിന് ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായി തീർന്നു. 1 പത്രോസ് 2-ാം 4-5 വാക്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് സഭയുടെ മൂലക്കല്ല്? സഭയുടെ മൂലക്കല്ല് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവനോട് ചേർന്ന് നമ്മൾ ജീവൻ പ്രാപിക്കും. അങ്ങനെ ജീവൻ പ്രാപിച്ച് നമ്മൾ ജീവനുള്ള കല്ലുകളായി ദൈവത്തിൻ്റെ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായി തീരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി ഒരു വിശുദ്ധ പുരോഹിത വർഗമായി തീരുന്നു എന്നാണ് 1 പത്രോസ് 2-ാം 4-5 പറയുന്നത്. പിന്നീട് നമുക്കുണ്ടാകുന്നൊരു അനുഭവം എന്താണ്? ദൈവമായിട്ടും സഹവിശ്വാസികളുമായിട്ടും ആത്മീയ കൂട്ടായ്മയ്ക്ക് അർഹരാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:42 വാക്യം. പ്രൈസ് ലോർഡ്. പിന്നീടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, പൈശാചിക അന്ധകാരത്തിൽ നിന്നും ദൈവിക പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായിട്ടും ലോകം മുഴുവൻ പൈശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ദുഷ്ടൻ്റെ അധീനതയിലാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ഈ സ്നാനത്തിൽ കൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുമ്പോൾ പിന്നീട് നമ്മൾ ആത്മീയ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ദൈവിക പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു പറഞ്ഞു,
ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, വെളിച്ചമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുന്നവർ മുഴുവനും പാപമാകുന്ന അന്ധകാരത്തിലായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരെത്ര ഉയർന്നാലും, എത്ര പണക്കാരാണേലും, എത്ര വിദ്യാസമ്പന്നന്മാരായിരിക്കുന്നെങ്കിലും യേശുക്രിസ്തു എന്ന വിഷയത്തിൽ അവർക്ക് യേശുക്രിസ്തുവിനെ അറിയാൻ സാധിച്ചില്ല എങ്കിൽ അവർ അന്ധകാരത്തിലാണ്, അവർ പൈശാചിക ബന്ധനത്തിലാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വരികയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീടുള്ള ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അർഹരായിത്തീർന്നു. ഇവിടെ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അർഹരായിരിക്കുന്നവർക്ക് ചില ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. പാസ്റ്ററുണ്ട്, ഇവാഞ്ചലിസ്റ്റുണ്ട്, ബിഷപ്പുണ്ട്, പ്രസ്ബിറ്ററുണ്ട്, കർദിനാളുണ്ട്, പോപ്പുമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അതുപോലെ പ്രസ്ബിറ്റേഴ്സ് ഉണ്ട് എന്നുള്ള ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുന്നു. എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഒരുവൻ ക്രിസ്തുവിലായി അവൻ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ ഒരു രാജകീയ പുരോഹിത വർഗമായി തീരുകയാണ്. ആ പുരോഹിതനായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ഒരവസരം ലഭിക്കുന്നു. അതിനേക്കാളും ഒടുവിലായി പറയാനുള്ളത് നിത്യജീവനിലേക്കുള്ള പാതയിൽ പ്രവേശിക്കുന്നു. 2 കൊരിന്ത്യർ 2:16. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ ജീവൻ നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിൽ നിന്ന് വെളിയിൽ വരുന്ന ആ സമയം പോലാണ് നമ്മുടെ ലൈഫ് സ്പാൻ, നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ആ ജീവിതം തുടങ്ങി ഓരോ വർഷവും കൂടി 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 നമ്മൾ ഈ ജീവിതമായിരിക്കുന്ന ഈ പന്ഥാവിൽ നമ്മൾ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. എന്നാൽ അവസാനമായി നമ്മൾ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ജീവൻ അറ്റുപോയി കഴിഞ്ഞതിന് ശേഷം നമ്മളായിരിക്കേണ്ടത് ആ നിത്യയിലേക്കുള്ള പാതയിൽ പ്രവേശിക്കുന്നു. അവിടെയാണ് നമ്മുടെ എറ്റേണിറ്റി, നമ്മുടെ ജീവിതം തുടങ്ങുവാൻ പോകുന്നത്. നിത്യതയുടെ ജീവൻ, നിത്യജീവൻ. ഇവിടുത്തെ ജീവൻ എന്ന് പറയുന്നത് ബൈബിളിൽ പറയുമ്പോൾ 70, 80 അല്ലെങ്കിൽ അതിൽ കൂടുതലായാൽ പിന്നെ ദുഃഖവും പ്രയാസവും ഭാരങ്ങളുമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിൽ മരിക്കുമ്പോൾ അവൻ നിത്യതയിൽ ജീവിതം തുടങ്ങുകയാണ് യേശുക്രിസ്തുവിനോടുകൂടെ. പിന്നീട് അവന് മരണമില്ല. യുഗങ്ങളായി എറ്റേണിറ്റിയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആകാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയണം, സത്യം അറിയണം, ആ സത്യത്തിൻ്റെ പാതയിൽ നടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗ്യപദവികൾ സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ബൈബിളിൽ കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 18 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും സ്നാനം ഏത് നാമത്തിലായിരിക്കണം എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള എല്ലാ ഡിനോമിനേഷനും അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്നാകുന്നു. എന്നാൽ ആ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്നാനങ്ങൾ ഈ ക്രിസ്തീയതയിൽ നമ്മൾ കാണുവാൻ സാധിക്കും, ക്രിസ്ത്യൻ്റെ ഇടയിൽ. അപ്പോൾ തീർച്ചയായിട്ടും എഫേസ്യർ 4:5 പറയുന്നു, വിശ്വാസം 1, സ്നാനം 1, ദൈവം ഒരുവൻ. അപ്പോൾ എങ്ങനെയാണ് 5 സ്നാനങ്ങൾ വാലിഡിറ്റി നമ്മൾ കൊടുക്കുവാൻ സാധിക്കുന്നത്? ബൈബിൾ പ്രകാരം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വാസം 1, സ്നാനം 1, ദൈവം ഒരുവൻ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിശ്വാസം വേണം. ആ വിശ്വാസം യേശുക്രിസ്തുവിലായിരിക്കണം. സ്നാനം 1 എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആയിരിക്കണം സ്നാനം. ആൻഡ് വിശ്വാസം 1, സ്നാനം 1, ദൈവം ഒരുവൻ. അപ്പോൾ വിശ്വാസം യേശുക്രിസ്തുവിലുള്ള വിശ്വസിക്കുമ്പോൾ
ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആ യേശുക്രിസ്തു തന്നെ ദൈവമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സത്യം നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എഫേസ്യർ 4:5 പറയുന്നു, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ദൈവം ഒരുവൻ. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനം ഒന്ന് എന്ന് പറയുമ്പോൾ ആ സ്നാനം ഏൽക്കേണ്ടത് ഏത് സ്നാനമാണെന്ന് ബൈബിൾ കൂടെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം, ഇൻഫാൻറ്റ് ബാപ്റ്റിസം, ബാപ്റ്റിസം അണ്ടർ ഫ്ലാഗ്, ഇത് മൂന്നും ബൈബിളിൽ എങ്ങും കാണുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞില്ല, ശിഷ്യന്മാർ പഠിപ്പിച്ചില്ല, ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. സുവിശേഷങ്ങൾ കാണാത്തത് കൊണ്ട് ആ 3 സ്നാനങ്ങളും ഇൻവാലിഡായി ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും. അതുകൊണ്ട് അപ്പോൾ ചോദിക്കുമായിരിക്കും, മെജോറിറ്റി ആയിരിക്കുന്ന ഒരു ജനമാണല്ലോ കത്തോലിക്ക, ലോകത്തിലെ മെജോറിറ്റി ക്രിസ്ത്യാനികളിൽ മെജോറിറ്റിയാണ് കത്തോലിക്കർ, അപ്പോൾ അവർ ആ സാധനം തെറ്റാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബൈബിൾ പ്രകാരം തീർച്ചയായിട്ടും തെറ്റാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്നാനപ്പെടേണ്ടത് ബൈബിളിൽ മർക്കോസ് പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു ശിശുവിന് എന്ത് വിശ്വാസം വരും? പിന്നീട് ലൂക്കോസിൽ പറയുന്നു, മാനസാന്തരവും പാപമോചനവും അവൻ്റെ നാമത്തിൽ. അപ്പോൾ സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. അവരുടെ ബാല്യകാലത്ത് അവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും അവരുടെ ജീവൻ നമ്മുടെ ദൈവത്തിൻ്റെ കൈകളിൽ ഭദ്രമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീടുള്ള സ്നാനമാണ് കാണുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന ടൈറ്റിലിൽ സ്നാനപ്പെടുത്തുന്ന മുതിർന്നവരെ സ്നാനപ്പെടുത്തുന്ന പെന്തക്കോസ്തുകാരുടെ കാര്യമാണ് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, തീർച്ചയായിട്ടും മത്തായി 28:19 യേശുക്രിസ്തുവിൻ്റെ ഒരു കൽപ്പന നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സർവരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത് മത്തായി എഴുതിയപ്പോൾ പറഞ്ഞ ഒരു കൽപ്പനയാകുന്നു. അതല്ലാതെ ഈ ലോകത്തിലെ തൃത്വക്കാരായിരിക്കും പ്രാസംഗികർ വലിയ ശബ്ദത്തിൽ ദൈവത്തിൻ്റെ യേശുവിൻ്റെ അന്ത്യകൽപ്പനയാകുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന കാലങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് അന്ത്യകൽപ്പനയല്ല. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ അവസാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണ് ഈ ഞാൻ ഉദ്ധരിച്ച വാക്യം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനഃപ്പാഠമായിട്ട് എല്ലാ പെന്തക്കോസ്തുകാർക്കും അറിയുന്ന ഒരു വാക്യമാണത്. എന്നാൽ സത്യം അവിടെയല്ല. സത്യം അറിയണമെങ്കിൽ നമ്മൾ മത്തായി സുവിശേഷത്തിന് ശേഷം മർക്കോസിലേക്ക് പോവുക. മർക്കോസിൽ എന്ത് പറയുന്നു? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. ആ വിശ്വസിച്ചതിന് ശേഷം ആരെ വിശ്വസിച്ചോ ആ വിശ്വസിച്ചൊരു നാമത്തിലായിരിക്കണം സ്നാനം, അല്ലെങ്കിൽ അത് നാശത്തിലേക്കാകുന്നു എന്ന് അവിടെ തന്നെ പറയുന്നു. പിന്നീട് ലൂക്കോസിൽ പറയുന്നു മാനസാന്തരവും പാപമോചനവും. ലൂക്കോസ് 24:47 പറയുന്നു മാനസാന്തരവും പാപമോചനവും അവൻ്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇവിടെയാണ് സ്നാനവുമായി ബന്ധപ്പെട്ട് അന്ത്യകൽപ്പനയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ലൂക്കോസിൻ്റെ ആ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ബെഥനിയയിലേക്ക് വിളിക്കുകയും അവിടെ മലയിൽ വെച്ച് അവിടെ മുൻപാകെയാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് കാണുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, മത്തായി 28:19 യഥാർത്ഥമായിട്ടുള്ള അന്ത്യകൽപ്പന. പിന്നെയോ ലൂക്കോസ് 24 അധ്യായത്തിൻ്റെ 47 വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു,
പിന്നെ അവൻ അവരോട് 24:44 പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു തിരുവെഴുത്തുകളെ അറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കണ്ടോ, ഇവിടെയാണ് ബുദ്ധിയെ തുറന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. തിരുവചനത്തിലെ സത്യങ്ങളെ അറിയണം. എന്താണ് തിരുവചനത്തിലെ സത്യം? എന്താണ് അത്? മോശ മുതൽ മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താകുന്നു? മോശയുടെ ന്യായപ്രമാണമായ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അത് മോശയുടെ പുസ്തകങ്ങളെന്ന് പറയപ്പെടുന്നു. ആ പുസ്തകത്തിൽ മുതൽ മോശ തുടങ്ങി മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ രചിച്ച 150 ചാപ്റ്ററുള്ള സങ്കീർത്തനങ്ങൾ, പിന്നീട് പ്രവാചക പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്ന ദൈവം യഹോവ യാഹ് എന്നുള്ള നാമമാകുന്നു. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, അതെന്നെക്കുറിച്ചാകുന്നു. ഞാനാണ് യഹോവ, ഞാനാണ് യാഹ്, ഞാനാണ് നിത്യനായ ദൈവം, ഞാനാണ് ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ആ യേശുക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവം എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ദൈവം, അവൻ ആദി അന്ത്യൻ, ഹീസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഹീസ് ദ ആൽഫ ആൻഡ് ഒമേഗ. പഴയ നിയമത്തിൽ കാണുന്നു, അവൻ സത്യദൈവം, അവൻ നിത്യജീവൻ, അവൻ രക്ഷകനാകുന്നു, അവൻ റെഡീമറാകുന്നു, അവൻ രക്ഷകനാകുന്നു എന്നുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണം തുടങ്ങി മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ കാണുന്ന ആം ദൈവം യേശുക്രിസ്തു പറയുന്നു, അത് ഞാനാകുന്നു. അപ്പോൾ അതാണ് വിശ്വാസം. നമുക്ക് ആദ്യം വരേണ്ടത് ആ ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് 47 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവിടെയെല്ലാം പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, ഉയർപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, തിരുവെഴുത്തുകളെ അറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിനു നിങ്ങൾ സാക്ഷികളാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ കേട്ടതിൻ്റെ സാക്ഷി അപ്പോസ്തലന്മാരാകുന്നു. ഈ ലോകത്തിലുള്ള ഒരു പോപ്പോ, ഒരു ബിഷപ്പോ, ഒരു പ്രസ്ബിറ്ററോ, ഒരു കർദിനാളോ, ഒരു പാസ്റ്റർമാരോ അല്ല യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനകൾ കേട്ട അന്ത്യകൽപ്പനകൾ കേട്ടത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുന്നു. ആ ശിഷ്യന്മാരാകുന്നു ആ കൽപ്പന എങ്ങനെയാണ് പ്രമാണിക്കേണ്ടത് എന്നും അവരാണ് അത് ചെയ്യേണ്ടതെന്നും സാമാന്യ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളോട് ബോസ് പറയാണ്, നീ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആരോട് പറയുന്നോ അവരാണ് ആ കാര്യം നിവർത്തിക്കേണ്ടത്. വീട്ടിൽ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളോട് പറയും, മോനെ നീ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവൻ്റെ ഉത്തരവാദിത്തമാണ് ആ പറയുന്ന കൽപ്പന കേട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അന്ത്യനാളിൽ യേശുവിൻ്റെ കൽപ്പനയായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാനുള്ള കൽപ്പന കേട്ട മത്തായിയിലെ ആ കൽപ്പന കേട്ട ശിഷ്യന്മാർ മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടും എന്നുള്ളതും കേട്ടതും മാനസാന്തരവും പാപമോചനവും അവൻ്റെ നാമത്തിൽ യെരൂശലേമിൽ തുടങ്ങണമെന്നുള്ളതും ഇതെല്ലാം കേട്ടത് ആരാകുന്നു? അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരാണ് ആ കൽപ്പന പ്രമാണിക്കേണ്ടത്. അവരങ്ങനെ കൽപ്പന പ്രമാണിച്ചോ അത് ഏത് നാമത്തിലാകുന്നു എന്നുള്ള വിവരം അടുത്ത സൺഡേ ദൈവം അനുവദിച്ചാൽ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആയതുകൊണ്ട് ഇതുവരെയും ഈ വചനം ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ
യേശുക്രിസ്തു തുറക്കട്ടെ സത്യങ്ങൾ അറിയുവാൻ വേണ്ടി. ഈ ദിനങ്ങൾ അനേകർ സത്യങ്ങൾ അറിഞ്ഞ് മുമ്പോട്ട് വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിള്, നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ചർച്ചിലുള്ള പാസ്റ്റർമാർക്ക്, അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും മാത്രമല്ല ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് അനേകരെ സുവിശേഷം കേൾക്കാൻ നിങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്നുകൂടെ ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇത്രയും സമയം ഈ സുവിശേഷം ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ, തുടർച്ച അടുത്ത ഞായറാഴ്ച 7:30 നിങ്ങൾക്ക് കേൾക്കാവുന്നതാകുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.